ഹരേ കൃഷ്ണ. ഈശ്വരാധീനമുള്ള ചെടിയാണ് തുളസി. മുറ്റത്ത് തറയുണ്ടാക്കി തുളസി നട്ടു വളർത്തി 108 പ്രാവശ്യം ഗായത്രി ജപിച്ച് തീർത്ഥം തളിച്ച് തുളസി കവചവും തുളസി അഷ്ടോത്തരവും ചൊല്ലി തൊഴുത് പ്രാർത്ഥിക്കണമെന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. ചതുർത്ഥി, ദ്വാദശി, വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തുളസിക്കതിരി പറിക്കാൻ പാടില്ല എന്നാണ് ഐതിഹ്യം. തുളസിയുടെ മധ്യത്തിൽ മഹാവിഷ്ണു സാന്നിധ്യം ഉള്ളതിനാൽ നഖം കൊള്ളാതെ നടുവിരൽ, പെരുവിരൽ എന്നിവ കൊണ്ട് ഇതിൻ്റെതൊക്കെ തുമ്പ് കൊണ്ട് തടവി വേണം തുളസിക്കതിരി നുള്ളാനെന്നാണ് പറയപ്പെടുക. ഈ സമയം ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഭഗവത് നാമം ജപിച്ച് തുളസിക്കതിരി നുള്ളിയെടുത്താൽ പുണ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുക. പൂജകളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് ഈ തുളസി പൂജ എന്ന് പറയുന്നത്. തുളസിയെ മനസ്സിൽ ഓർത്താൽ തന്നെ മുക്തി കിട്ടുമെന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏറെ ഇഷ്ടത്തോടെയാണ് തുളസിമാല അണിയുന്നത്. വൃന്ദ എന്നാൽ തുളസി എന്നാണ് അർത്ഥം. വൃന്ദാവനത്തെയും കൃഷ്ണനെയും ആർക്കും വേർതിരിക്കാൻ കഴിയില്ല. ഇതിലടങ്ങിയിരിക്കുന്നതാണ് തുളസിയുടെ മഹാത്മ്യം. ഹരേ കൃഷ്ണ.